بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه فهو قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ നോമ്പും നമ്മളുടെ തറാവീഹ് നിസ്കാരവും നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കട്ടെ. അല്ലാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയില്ല ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പടച്ചവൻ നമുക്ക് മാപ്പാക്കി തരട്ടെ. ജീവിതാന്ത്യം വരെ പരിപൂർണ ഈമാനോടെ ജീവിച്ച് സ്വാലിഹീങ്ങളെ പോലെ ഈ ലോകത്തോട് വിട പറയാൻ പടച്ചവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ സഹോദരങ്ങൾ, നമ്മളുടെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും പടച്ചവൻ ഈ റഹ്മത്തിന്റെ പത്തിൽ നിലയ്ക്കാത്ത കാരുണ്യത്തിന്റെ പ്രവാഹം ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമദാനിന്റെ 5ാമത്തെ നോമ്പ് പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അല്ലാഹു എല്ലാ നോമ്പും ഒരു തടസ്സവും പ്രയാസവും ഇല്ലാതെ ആഫിയത്തോടെ ആത്മീയ നിർവൃതിയോടെ നിർവഹിക്കാൻ തൗഫീഖ് നമുക്കെല്ലാം അല്ലാഹു നൽകട്ടെ. നിസ്കാര ശേഷമുള്ള പ്രധാനപ്പെട്ട സുന്നത്തായ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതിൽ പ്രധാനം ദിക്റെല്ലാം കഴിഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. നിസ്കാരത്തിന് ശേഷമുള്ള ദുആ വളരെ സ്വീകാര്യതയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യു ദുആ യസ്മഉ, ഏത് ദുആയാണ് കൂടുതൽ സ്വീകാര്യതയുള്ളത്? അപ്പോൾ നബി തങ്ങൾ 2 സമയമാണ് അവിടെ പറഞ്ഞത്, അല്ലേ? ദുആക്ക് കൂടുതൽ സ്വീകാര്യതയുള്ള 2 സമയം. ഒന്ന് പാതിരാത്രി തഹജ്ജുദിന്റെ സമയം, മറ്റൊന്ന് ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം, അല്ലേ? ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയാണ് കൂടുതൽ സ്വീകാര്യത എന്ന് പറഞ്ഞു. ദുആ ചെയ്യുമ്പോഴുള്ള ചില മര്യാദകളിലേക്ക് സൂചിപ്പിക്കുക. നമ്മൾ എപ്പോ ദുആ ചെയ്താലും, അത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ആകട്ടെ, ഏത് സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താലും ദുആ ചെയ്യുന്നതിനൊരു മര്യാദയുണ്ട്. ഒന്നാമതായി ദുആ ചെയ്യുമ്പോൾ അൽഹംദ് കൊണ്ടാണ് തുടങ്ങേണ്ടത്. സാധാരണ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബിസ്മി കൊണ്ടാണ്. എന്നാൽ ദുആ തുടങ്ങേണ്ടത് ഏതുകൊണ്ടാണ്? അൽഹംദ് കൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തത്, അപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർമ്മിച്ച് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങേണ്ടത്. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും സർവലോക സംരക്ഷകനായ അള്ളാഹുവിനാണ്. പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അവന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അപ്പൊ അടുത്ത എന്താ പറയണം? നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അതിന്റെ പ്രത്യേകത, നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലും ദുആയും സ്വലാത്തും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സ്വലാത്തും മറ്റുള്ള ഇബാദത്തുകളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന് നമ്മൾ ഒരു ഇബാദത്ത് ചെയ്താൽ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ഒരു ദുആ ചെയ്താൽ, അള്ളാഹു നമ്മിലേക്ക് നോക്കും, നമ്മളുടെ ഹൃദയത്തിലേക്ക് നോക്കും. നമുക്ക് എത്രത്തോളം പരിശുദ്ധി ഉണ്ട്, നമ്മിൽ എത്രത്തോളം നന്മയുണ്ട്, ആ നന്മയെ നോക്കിയിട്ടാണ് അള്ളാഹു തആല സ്വീകരിക്കുന്നത്. നിസ്കാരായാലും അങ്ങനെ തന്നെ, നോമ്പായാലും അങ്ങനെ തന്നെ, എല്ലാം അങ്ങനെ തന്നെ, അല്ലെ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു തആല മുത്തഖീങ്ങളിൽ നിന്നാണ് സ്വീകരിക്കുക. എന്നാൽ സ്വലാത്ത് ആര് ചെല്ലുന്നു എന്ന് അള്ളാഹു തആല നോക്കുന്നില്ല. മറിച്ച് ആരുടെ മേലാണ് സ്വലാത്ത് ചൊല്ലിയത് എന്നാണ് അള്ളാഹു തആല നോക്കുന്നത്. കാരണം അള്ളാഹ് അവിടെ സ്വലാത്ത് ചെല്ലുമ്പോൾ ചൊല്ലിയത് സിദ്ദീഖാണോ വേറെ ആരെങ്കിലും ആണോ എന്നുള്ള അല്ല വിഷയം. ആരുടെ മേലാണ് സ്വലാത്ത് ചൊല്ലിയതെന്ന് അള്ളാഹു നോക്കും. ആരുടെ മേലെ സ്വലാത്ത് ചെല്ലുന്നത്? അള്ളാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നതിന് ആരുമാകട്ടെ ആ സ്വലാത്ത് എന്ത് ചെയ്യൂല? തട്ടൂല. കാരണം അത് നബിതങ്ങളോടുള്ള മഹബ്ബത്തിന്റെ, സ്നേഹത്തിന്റെ ഭാഗമാണ്. ആര് സ്വലാത്ത് ചെയ്യാലും ആ സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കും. അപ്പോ അള്ളാഹു തആല നമ്മളുടെ ദുആ സ്വീകരിക്കാനുള്ള ഒരു കാരണമാണ് ആ ദുആക്ക് മുമ്പ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുള്ളതെല്ലാം ചോദിക്കാം. നമുക്ക് സ്വന്തമായിട്ട് ഒരാള് ദുആ ചെയ്യുന്നതിന് ആമീൻ പറയുക എന്ന് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ആ ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദുആ ഖുർആനിൽ പഠിപ്പിച്ച ദുആയാണ് ഏത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല പല കാര്യങ്ങളും അള്ളാഹുവിനോട് എടുത്തെടുത്തെടുത്ത് ചോദിക്കുമായിരുന്നു, ദുനിയാവിന്റെ കാര്യങ്ങളും ആഖിറത്തിന്റെ കാര്യവും എല്ലാം. എന്നാൽ ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം എല്ലാത്തിനും പകരം നബി തങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ ദുആ അങ്ങ് ചെയ്യും. കാരണം എന്താ? ഇതില് ദുനിയാവിന്റെ എല്ലാ നന്മയുമുണ്ട്, ആഖിറത്തിന്റെ എല്ലാ നന്മയുമുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ എല്ലാ നന്മയും നൽകണമേ. വഫിൽ ആഖിറതി ഹസനതൻ, പരലോകത്തും എല്ലാ നന്മയും നൽകണമേ. അപ്പോ എല്ലാ നന്മ എന്ന് പറയുമ്പോൾ ഇനി ഒന്നും അവിടെ ബാക്കിയില്ല, എല്ലാം അതിൽപ്പെട്ടു. ദുനിയാവിലും നന്മ, ആഖിറത്തിലും നന്മ. വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമേ. ഈ ഒരു ദുആ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് എല്ലാവർക്കും പഠിക്കാം. എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദുആയാണ്. ഇത് ചൊല്ലണം, ഇത് ഓതണം. അതുപോലെ തന്നെ തൗബയുടെ ഒരു ആയത്തുണ്ട് ഖുർആനിൽ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാ. മഹാനായ അബുൽ ബസർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാക്ക്. എപ്പോ തൗബ ചെയ്തു? ആദം നബി സ്വലാം തൗബ ചെയ്തല്ലോ. വർഷങ്ങളോളം തൗബ ചെയ്ത് കരഞ്ഞുകൊണ്ട് നടന്നയാളാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഭൂമിയില് വർഷങ്ങളോളം കരഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്തു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏതിന്റെ പേരില്? സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നതിന്റെ പേരില്. സ്വർഗത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞൊരു വാക്ക് അല്ലെ, വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ, ഈ വൃക്ഷത്തിന്റെ പഴം നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞു. അതങ്ങനെ അബദ്ധത്തിൽ അത് അവർ കഴിച്ചു പോയെന്ന് ഖുർആൻ. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹു തആല പറഞ്ഞു, ഭൂമിയിലേക്ക് പൊക്കോളാം. ഭൂമിയിൽ വന്നിട്ട് അതിന്റെ വീട് ജോലി എന്താ? ആദ്യത്തെ ജോലി ആ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാഹുവിനോട് കരഞ്ഞ് 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 ദുആ ചെയ്തു. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അല്ലാഹു തആല തന്നെ പഠിപ്പിച്ചു കൊടുത്ത ആ വചനം അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു നടന്ന് വർഷങ്ങളോളം കരഞ്ഞ് 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 തൗബ ചെയ്തു. ആ തൗബ ചെയ്ത വാക്കേതാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ പറഞ്ഞ വചനമാണ്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതാണ് തൗബയുടെ വചനം. രണ്ടുപേരും കൂടി പറയാം. ആരൊക്കെ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ റളിയല്ലാഹു തആല പറയുന്നു, റബ്ബനാ ളലംനാ അൻഫുസനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് അക്രമം കാണിച്ചു. അഥവാ സ്വർഗത്തിൽ സുഖമായി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഞങ്ങൾ ആ പിശാചിന്റെ ഇബ്ലീസിന്റെ വാക്ക് കേട്ടിട്ട് ഞങ്ങൾ ആ പഴം കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം കാണിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഭൂമിയിലേക്ക് വന്നത്. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കരുണ ചെയ്തില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടത്തിലാകുമല്ലാഹ്. അള്ളാഹുവിനോട് അപേക്ഷിച്ച് അള്ളാഹുവിനോട് പരമവിധേയരായി പറയണം, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു നിന്നില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല, ഞങ്ങൾക്ക് പിന്നെ വിജയിക്കാൻ ഒരു വഴിയുമില്ല, ഞങ്ങൾ നഷ്ടത്തിലാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ദുആകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദുനിയാവിന്റെ ഏത് കാര്യവും ആഖിറത്തിന്റെ ഏത് കാര്യവും നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ചോദിക്കാം, ദുആയിൽ രക്ഷപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാലും നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എന്നിട്ട് അതിന് പരിഹാരം കാണണം. സാധാരണ ആളുകള് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ നോക്കും, അല്ലെ? അത് അസുഖമാകട്ടെ, അല്ലെങ്കിൽ തൊഴിലാകട്ടെ, ബിസിനസ് ആകട്ടെ, കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളാകട്ടെ, അവസാനം പരിഹരിക്കാൻ കഴിയാതെ വന്ന് കൈ വിട്ടു പോകുമ്പോ എന്ത് ചെയ്യും? അള്ളാഹുവിനെ വിളിക്കും. സാധാരണ രീതി അങ്ങനെയാണ്.
അല്ലെ? ഡോക്ടർമാര് ചികിത്സിച്ച് വെന്റിലേറ്ററിൽ 10-13 ദിവസമൊക്കെ ഇട്ടിട്ട് അവസാനം ഇറങ്ങിയിട്ട് പറയും നിങ്ങൾ എന്ത് ചെയ്യും, ദൈവത്തിനോട് വിളിക്കാൻ പറയും, അല്ലെ? പക്ഷെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് ചെറിയൊരു കാര്യം, വളരെ സിമ്പിൾ ആയ ഒരു കാര്യം സംഭവിച്ചാലും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എന്നിട്ട് നിങ്ങൾ പരിഹാരം തേടുക. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനം നമ്മൾ ദുആ നിർത്തുമ്പോഴും എന്ത് ചെയ്യണം? ആദ്യം അവസാനം ദുആ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് അവസാനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയും വേണം. അപ്പൊ നമ്മൾ ദുആ എല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവസാനം ആമീൻ എന്ന് പറയലും കൂടി സുന്നത്തുണ്ട്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം നമ്മൾ പറയുമല്ലോ. ആമീൻ, ആമീന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അപ്പൊ നമ്മൾ ഇമാമ് ദുആ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ആമീൻ പറയുമല്ലോ. ആമീൻ പറയുന്നതിന്റെ അർത്ഥം അല്ലാഹുവേ ഈ ദുആ നീ സ്വീകരിക്കണേ എന്നർത്ഥം. നമ്മൾ ആവേശത്തോടെ ഉറക്കെ തന്നെ പറയണം. ആമീൻ നോക്കുന്നവരുടെ മനസ്സും ആമീൻ നോക്കുന്നവരുടെ ഉഷാറും നോക്കിയിട്ടാണ് അല്ലാഹു തആല ദുആക്ക് ചെയ്യുന്നത്, ഉത്തരം കൊടുക്കുന്നത്. ദുആ ചെയ്യുന്ന ആളെ മാത്രമല്ല അല്ലാഹു നോക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ദുആ ചെയ്യുന്ന ആൾ എത്ര മോശപ്പെട്ടാലും ആമീൻ പറയുന്ന കൂട്ടത്തിൽ നല്ലൊരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. നമ്മളുടെ ദുആ ചെയ്യുന്ന ആളിനാണ് പ്രാധാന്യം കൊടുക്കുക. പക്ഷേ ദുആ ചെയ്യുന്ന ആളിന്റെ പ്രാധാന്യം പോലെ തന്നെ ആർക്കും പ്രാധാന്യമുണ്ട്? ആമീൻ പറയുന്നവർക്കും പ്രാധാന്യമുണ്ട്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബിയും കൂടി ഫിർഔന്റെ അടുക്കലേക്ക് പോവുകയാണ്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ലഅനത്തുല്ലാഹി അലൈഹി, ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്വേച്ഛാധിപതിയായ ധിക്കാരിയായ ഭരണാധികാരി എന്ന് മാത്രമല്ല, താനാണ് ഏറ്റവും വലിയ ദൈവമെന്ന് വാദിക്കുന്നവൻ. അവനോട് ഏകനായ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോ രണ്ടുപേരും കൂടി അള്ളാഹുവിനോട് എന്ത് ചെയ്യാണ്? ദുആ ചെയ്തു. എങ്ങനെ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, ഹാറൂൻ നബി ആമീൻ പറഞ്ഞു. പക്ഷെ അല്ലാഹു തആല മറുപടി പറഞ്ഞെന്നറിയുമോ? മൂസ, നിങ്ങളുടെ ദുആക്ക് ഞാൻ ഉത്തരം തന്നിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. രണ്ടുപേരെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങളുടെ രണ്ടുപേരുടെ ദുആക്ക് ഞാൻ ഉത്തരം തന്നു. അപ്പൊ ആമീൻ പറഞ്ഞ ആളും ആരെ പോലെ തന്നെ? ദുആ ചെയ്യുന്ന ആളിനെ പോലെ തന്നെയാണ്. അപ്പൊ ആമീൻ പറയുന്നവർക്കും പ്രസക്തിയുണ്ട്. ആമീൻ പറയുന്നവരുടെ ആമീൻ ഉഷാറല്ലെങ്കിൽ അതുവാ അല്ലാഹു തആല തള്ളിപ്പോവും. അല്ലെങ്കിൽ ആമീൻ പറയുന്നവർക്ക് കിട്ടിയാലും ആ ദുആയിൽ ഇരിക്കുന്ന എല്ലാവർക്കും കിട്ടണമെന്നും ഇല്ല. അപ്പൊ ആമീൻ അത് പ്രസക്തമായ ഒരു കാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ രണ്ട് കൈകളും നമ്മൾ ഉയർത്തണം. എങ്ങോട്ട് ഉയർത്തണം? ഹദിവ മങ്കിബൈഹി, രണ്ട് കൈകളും തോളിന് നേരെ ഉയർത്തുക. കൈ ഇങ്ങനെ മടിയിൽ വെക്കലല്ല. ദുആഇന്റെ മര്യാദ നമ്മൾ വളരെ മനസ്സിലാക്കണം. ഒറ്റയ്ക്ക് ദുആ ചെയ്താകട്ടെ, കൂട്ടമായിട്ട് ദുആ ചെയ്താകട്ടെ, അള്ളാഹുവിനോട് വിനയത്തോടെ ചോദിക്കാം. നമുക്ക് തരണമെന്ന് അള്ളാഹുക്ക് നിർബന്ധമൊന്നും ഇല്ലല്ലോ, അല്ലെ? നമ്മള് അള്ളാഹുവിന്റെ വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു നമ്മളുടെ ഉടമയാണ്, നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്. അപ്പൊ ഒരു അടിമ ഒരു ഉടമയുടെ മുന്നിൽ എങ്ങനെ നിൽക്കുക? എത്രത്തോളം വിധേയനാകണം, എത്രത്തോളം വിധേയരാകണം അള്ളാഹുവിന്റെ മുമ്പിൽ, എത്രത്തോളം താഴ്മയോടെ നിൽക്കണം. അപ്പൊ നമ്മൾ ആ അള്ളാഹുവിനോട്, അള്ളാഹു കണ്ടാൽ നമുക്ക് തരാൻ തോന്നണം അള്ളാഹുവിന്. ആ നിലയിൽ വിനയത്തോടു കൂടി നമ്മൾ അള്ളാഹു രണ്ട് ചുമലിന് നേരെ കൈ ഉയർത്തണമെന്ന്. മടിയിൽ വെക്കലോ നെഞ്ചിന് നേരെ വെക്കലോ അല്ല. എന്ത് ചെയ്യാം? രണ്ട് കൈയും ചേർത്ത് വെച്ചിട്ട് ചുമലിന് നേരെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. അതാണ് സുന്നത്തായ രീതി. അതിനുശേഷം നമ്മൾ രണ്ട് കൈയും ദുആ കഴിഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് മുഖം തടവുകലും സുന്നത്താണ്. കൈ മുത്തലല്ല. കൈ ദുആ കഴിഞ്ഞിട്ട് കൈ എന്തല്ല? മുത്തലല്ല. പിന്നെന്ത് ചെയ്യണം? കൈ രണ്ട് കൊണ്ട് മുഖം തടവുകലാണ് സുന്നത്ത്. അപ്പം ദുആ കഴിഞ്ഞിട്ട് രണ്ട് കൈ കൊണ്ട് മുഖം തടവല് സുന്നത്താണ്. അതുപോലെ തന്നെ ദിക്ർ ചെയ്യുമ്പോഴും ദുആ ചെയ്യുമ്പോഴും ഹാലത്ത് ദിക്രി വദ്ദുആ, ദുആ ചെയ്യുമ്പോഴും ദിക്ർ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ കിബിലയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് ചെയ്യല് സുന്നത്താണ്.
നമ്മൾ ഖുർആൻ ഓതുമ്പോഴായാലും പരമാവധി എന്ത് ചെയ്യുക? കിബിലയ്ക്ക് നേരെ. ദുആ ചെയ്താലും കിബിലയ്ക്ക് നേരെ. ദിക്ർ ചെല്ലുമ്പോഴും കിബിലയ്ക്ക് നേരെ ഇരിക്കുക. ഇൻകാന മുൻഫരിദൻ ഔ മഅ്മൂമൻ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളിനും മഅ്മൂമിനും അതാണ് സുന്നത്ത്. പക്ഷെ അമ്മൽ ഇമാമു, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇദാ തറക്കൽ ഖിയാമ ബി മുസല്ലാഹി അല്ലദി വ അഫ്ളു മിൻഹു, അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റില്ലെങ്കിൽ ഫൽ അഫ്ളു ജഅലു യമീനിഹി ഇലൽ മഅ്മൂമീൻ, അവിടെ മഅ്മൂമീങ്ങളെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? വലതു ഭാഗം മഅ്മൂമീങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കണം. അതൊരു അദബാണ്. മഹാന്മാർ പറയുന്നുണ്ട് എല്ലാ ഇമാമിയങ്ങളും അങ്ങനെയാണ് തിരിഞ്ഞ് വലതു ഭാഗത്തേക്ക് ഇരിക്കേണ്ടത്. എന്നാൽ ചില ഇമാമിയങ്ങൾ പറയുന്നു ഒരു പള്ളിയിലെ ഇമാമ് മാത്രം ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കണം. അങ്ങനെയുണ്ട്. ഒരു പള്ളിയിലെ ഇമാമു, ലോകത്ത് ആ പള്ളിയിൽ മാത്രമേ അങ്ങനെ ഇമാമിയങ്ങൾ പറയുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഇമാമുമിങ്ങളുടെ വലതു ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുക, മാമുമിയങ്ങൾ പരിഗണിച്ചു. ബാക്കിയുള്ള എല്ലാവരും കിബിലയ്ക്ക് നേരെ. എന്നാൽ ഒരു പള്ളിയില് എന്ത് ചെയ്യണം? നേരെ ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതെവിടെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ ഇന്നും ഇമാമിയങ്ങൾ അങ്ങനെയാണ് ഇരിക്കുക. എന്തുകൊണ്ടെന്നറിയോ? വലതുഭാഗം ചരിഞ്ഞ് വലതുഭാഗം മഅ്മൂമിയങ്ങളുടെ നേരെ ഇരുന്നാൽ ഇമാമിന്റെ പിറകില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറായി പോകും. ഇമാമിന്റെ പിറകിലാവും. ഇപ്പം പറയാം, നബി തങ്ങളുടെ റൗള ഷരീഫ് അവിടെയാണെങ്കിൽ ഇമാം ഇവിടെയാണ് നിൽക്കുക. അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാൽ എന്താവും? നേരെ പിറകിലായി പോയി. ഇമാമിന്റെ പിറകിലാവും റൗള ഷരീഫ്, ഖബർ. അതുകൊണ്ട് ഇമാമിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് ഇടതു ഭാഗം തിരിഞ്ഞിരിക്കും. അത് ഇമാമിന് മാത്രമാണത്. ഞാനതൊരു സാന്ദർഭികമായിട്ട് അങ്ങനെ പറഞ്ഞതാണ്. കിതാബുകളിലൊക്കെ മഹാന്മാർ അങ്ങനെ വിവരിക്കുന്നുണ്ട്. അപ്പോ ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഒറ്റയ്ക്കിരുന്നാലും വീട്ടിലിരുന്നാലും പള്ളിയിലിരുന്നാലും ദുആ ചെയ്യുമ്പോൾ കിബിലയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യൽ സുന്നത്താണ്. അതുപോലെ ദിക്റും ദുആയും എല്ലാം കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? നമുക്ക് സുന്നത്ത് നിസ്കാരം ഉണ്ടാവും, അല്ലെ? സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഫർള് നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്റും ദുആയും എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇവിടെ ഒരു സുന്നത്താണ് വയുന്തബു അൻ യന്തഖില ലി ഫർളിൻ ഔ നഫിലിൻ മിൻ മൗളിഇ സ്വലാത്തിഹി, അവൻ അപ്പോൾ നിസ്കരിച്ച ആ നിസ്കാര സ്ഥലത്ത് നിന്നും അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ത് ചെയ്യണം? മാറി നിന്നുകൊണ്ട് നിസ്കരിക്കൽ സുന്നത്താണ്. എന്തിനു വേണ്ടിയാ? ലിയശ്ഹദ ലഹുൽ മൗളിഉ, ആ സ്ഥലം അവന് സാക്ഷിയാകാൻ വേണ്ടി. ഏതൊരു സത്യവിശ്വാസിയും എവിടെ ഇരുന്നു കൊണ്ടൊരു ഇബാദത്ത് ചെയ്താലും ആ സ്ഥലം നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ അവന് സാക്ഷിയാണ്, അല്ലെ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദ് തുഹദ്ദിസു അഖ്ബാറഹാ. അല്ലാഹുവിന്റെ കോടതിയിൽ ഭൂമി സംസാരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഭൂമിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഭൂമി അല്ലാഹുവിനോട് വർത്തമാനമായി പറയും, അല്ലാഹുവിന് റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ എവിടെ നിന്ന് നിസ്കരിച്ചോ ആ സ്ഥലം അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കും. അല്ലാഹുവേ, ഈ മനുഷ്യൻ എന്റെ മേൽ നിസ്കരിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് വെച്ച്, റാത്തിക്കൽ പള്ളിയുടെ ഒന്നാമത്തെ സഫില് അല്ലെങ്കിൽ രണ്ടാമത്തെ സഫില് അല്ലെങ്കിൽ ഇടതുഭാഗത്ത് അല്ലെങ്കിൽ വലതുഭാഗത്ത് എവിടെയാണോ നമ്മൾ നിസ്കരിച്ചത് ആ സ്ഥലം, ആ മുസല്ല നമുക്ക് റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ ഓരോ നിസ്കാരവും സ്ഥലം മാറി മാറി നിസ്കരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ സ്ഥലങ്ങളെല്ലാം നമുക്ക് സാക്ഷിയാകും. അപ്പൊ ഒരു ഫർള് നിസ്കരിച്ചാൽ അവിടെ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ട് അടുത്ത സുന്നത്ത് നിസ്കരിക്കുക. അല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാൾ ആദ്യം സുന്നത്ത് നിസ്കരിച്ചാൽ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ട് എന്ത് ചെയ്യാൻ? ഫർള് നിസ്കരിക്കുക. അത് സുന്നത്താണ്, അല്ലെ? നമ്മള് നിസ്കരിക്കുന്ന സ്ഥലം അഥവാ നമ്മൾ നന്മ ചെയ്യുന്ന സ്ഥലം ദുനിയാവിൽ എവിടെയാണെങ്കിലും ആ സ്ഥലം നമുക്ക് റബ്ബിന്റെ മുമ്പിൽ അനുകൂലമായ സാക്ഷിയാ. നേരെ തിരിച്ച് നമ്മൾ തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ വെച്ചാണോ പാപം ചെയ്യുന്നത് ആ സ്ഥലം നമുക്ക് പരലോകത്ത് എതിരായി സാക്ഷിയാകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എവിടെ ഇരുന്നു കൊണ്ട് എന്ത് തെറ്റ് ചെയ്തോ, എവിടെ നിന്നുകൊണ്ട് എന്ത് തെറ്റ് ചെയ്തു, എവിടെ സന്ദർശിച്ചു, എവിടെയാണോ നമ്മൾ ബന്ധപ്പെട്ടത് ആ സ്ഥലം നാളെ പരലോകത്ത് നമുക്ക് എതിരായി സാക്ഷി നിൽക്കും. നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ.
പരിശുദ്ധമായ ഖുർആനിൽ ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് ഒരു ആയത്ത് ഓതി കൊടുത്തു. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം. മുൻകടന്നു പോയ ലോകത്ത് അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാർ, ഫറോവമാർ, ചക്രവർത്തികൾ, അവർ ദുനിയാവിൽ ആഡംബരത്തോടെ സുഖഭോഗങ്ങളിൽ ജീവിച്ചു. പക്ഷെ അവരൊക്കെ ഒരു ദിവസം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി കരയാൻ ആകാശമില്ലായിരുന്നു, അവരുടെ വേർപാടിൽ ദുഃഖിച്ച് കരയാൻ ഭൂമിയില്ലായിരുന്നു, പ്രകൃതിയൊന്നുമില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയേ, അങ്ങനെ ആരെങ്കിലും മരിക്കുമ്പോൾ ആകാശവും ഭൂമിയും കരയുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ സഹാബ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ വഫാത്തായാൽ അവൻ എവിടെ ഇരുന്നാണോ നിസ്കരിച്ചത്, എവിടെ ഇരുന്നാണോ ഖുർആൻ ഓതിയത്, ഏത് മുസല്ലയിലാണോ അവൻ നിസ്കരിച്ചത്, ആ മുസല്ലയും ആ കസേരയും ആ സ്ഥലവും അവന് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ തേടിയിട്ട് അത് കണ്ണീര് ഒഴുകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ ചെയ്താൽ അങ്ങനെയാണ്. ആ സ്ഥലങ്ങളെ വിട്ടുപിരിയുമ്പോൾ ആ മുസല്ല നമുക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യും. പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുകയും ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ അല്പം മാറിയിട്ടായിരിക്കണം അടുത്ത നിസ്കരിക്കേണ്ടത്. ഇനി അങ്ങനെ മാറാൻ പറ്റിയില്ല, സ്ഥലമില്ല, ഒരു പള്ളിയിലൊക്കെ വന്നിട്ട് നല്ല ഞെരുങ്ങിയാണ് നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനില്ലെങ്കിൽ അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? മറ്റൊരു വാക്ക് പറഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്ന ഒരാളോട് എന്തെങ്കിലും ഒരു സംസാരം നടത്തിയിട്ട് എന്ത് ചെയ്യുക? എഴുന്നേറ്റ് അവിടെ തന്നെ നിസ്കരിക്കുക. അപ്പൊ അത് തമ്മിലുള്ള വേർപിരുണ്ടാകും. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക സുന്നത്തുള്ളത്, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠം വീട്ടിലാണ്. അങ്ങനെയുണ്ട്. ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരാള് ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി പള്ളിയിൽ ഇരുന്നാൽ പിന്നെ ആ ഇഅ്തികാഫ് മുറിച്ചുകൊണ്ട് എന്ത് ചെയ്യണ്ട? പള്ളിയിലേക്ക് പോകണം. റമദാനിലൊക്കെ ഇഅ്തികാഫ് ഇരിക്കുമല്ലോ, അവർക്ക് എല്ലാ സുന്നത്തും പള്ളിയിൽ തന്നെ. പക്ഷെ ഇഅ്തികാഫ് ഇരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുന്നത്ത് നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ്? വീടാണ്. കാരണം എന്താ? ലാ തജ്അലൂ ബുയൂതുകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറാക്കരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ വീട്ടിൽ നിസ്കാരമില്ലാത്തൊരവസ്ഥ. കാരണം വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവണമെങ്കിൽ വീട്ടിൽ നിസ്കരിക്കണം. അപ്പോ സുന്നത്ത് നിസ്കാരം വീട്ടിലാണ് ഏറ്റവും അഫ്ളൽ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഒഴിവാകും. ചില സന്ദർഭത്തിൽ പള്ളിയിൽ തന്നെ നിസ്കരിക്കാം. അത് ഏറ്റവും അഫ്ളല് പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠം. അത് ഒന്ന്, ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ പോണ്ട. ഇൻ അമിന ഫൗതഹു, അല്ലെങ്കിൽ ഒരാളിന് വീട്ടിൽ പോയാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല. പള്ളിയിലായോണ്ട് ഫർദ് നിസ്കാരം കഴിഞ്ഞ ഉടനെ സുന്നത്ത് നിസ്കാരം. വീട്ടിൽ പോയാൽ എനിക്ക് എന്ത് ചെയ്യും? നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. ഒന്നെങ്കിലും ഒതു കൊടുക്കൂല, ഒന്ന് പോയി പിന്നെ ഒതു കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ വീട്ടിൽ പോയാൽ വേറെ എങ്കിലും തിരക്കായി പോകും. അങ്ങനെയുള്ളവർക്ക് പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിച്ചിട്ട് പോകാം. ഔ തഹാവുനൻ, അല്ലെങ്കിൽ വീട്ടിൽ പോയാൽ പിന്നെ നിസ്കരിക്കാൻ മടിയായി പോകും, അലസതയായി പോകും. അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം? പള്ളിയിൽ തന്നെ നിസ്കരിക്കാം. അല്ലെങ്കിലോ ഔ ഫീ നാഫിലത്തിൽ മുബക്കറത്തിൽ ജുംആ, ജുംആ ദിവസം നേരത്തെ വരുന്ന ഒരാള്, ബാങ്കിന് മുമ്പേ ജുംആ ദിവസം പള്ളിയിലേക്ക് വരുന്ന ഒരാള്, അവർക്ക് പിന്നെ ജുമ്മയുടെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജുമ്മയ്ക്ക് മുമ്പുള്ള സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് നിസ്കരിക്കാൻ പിന്നെ എന്ത് ചെയ്യണ്ട? വീട്ടിൽ പോണ്ട, അവിടെ തന്നെ നിസ്കരിക്കാം. അതുപോലെ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കൽ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, പെരുന്നാൾ നിസ്കാരം, തറാവി നിസ്കാരം, അതൊക്കെ ഇവിടെ തന്നെയാണ് ശ്രേഷ്ഠത, പള്ളി. കാരണം പള്ളിയിൽ വന്നാലേ അത് ജമാഅത്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് പള്ളിയിൽ വന്നെ. ഔഫിൽ മറദമിൽ മസ്ജിദി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സുന്നത്ത് നിസ്കാരം പള്ളിയിൽ നിസ്കരിച്ചതായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണം ളുഹാ നിസ്കാരം. കാരണം ഒരാള് സുബഹി നിസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്ത് ഇരുന്ന് ദിക്റും ദുആയും ഖുർആനും ഒക്കെ ഓതി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് 10 മിനിറ്റിന് ശേഷം അവൻ 2 റക്അത്ത് ളുഹായും കൂടി നിസ്കരിച്ചാൽ, ആ നിസ്കാരത്തിന് ഇഷ്റാഖ് എന്നും പറയും, ളുഹ എന്നും പറയും. അങ്ങനെ നിസ്കരിച്ചാൽ അവനുള്ള പ്രതിഫലം എന്താണ്? പരിപൂർണമായൊരു ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ്. ഓരോ ദിവസവും അങ്ങനെ പരിപൂർണമായ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം. എളുപ്പമാണ് കാര്യം.
വലിയ തിരക്കൊന്നും ഇല്ലാത്തവർക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഖുർആൻ ഓതുക, അവിടെ ഇരുന്നു കൊണ്ട് മറ്റ് ഇബാദത്തുകൾ ചെയ്യുക, ദിക്ർ ചെല്ലുക, സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരിക്കുക. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞൊരു 10 മിനിറ്റും കൂടി കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലം ഹജ്ജതൻ താമ്മ എന്നാണ്. അവൻ പരിപൂർണമായ ഒരു ഹജ്ജ് ചെയ്ത പോലെയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അവിടുത്തെ പള്ളിയിൽ അങ്ങനെ ഇരിക്കുന്നവരുണ്ട്, അല്ലാഹു ഉന്നതമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് സുന്നത്ത് നിസ്കരിക്കുക ഉള്ളവർക്ക് അത് പ്രത്യേകമായ പള്ളിയിൽ തന്നെ ആകാം. അങ്ങനെ സുന്നത്ത് നിസ്കാരം ശ്രേഷ്ഠമായത് വീട്ടിലാണ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴികെ എന്ന് സൂചിപ്പിച്ചതാണ്. ഇനി നിസ്കാരവുമായി ബന്ധപ്പെട്ട 1-2 മര്യാദകളും കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നിസ്കരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവന്റെ മുന്നിൽ 3 മുഴത്തിന് അകത്തായിട്ട് ഒരു മറയുണ്ടായിരിക്കണം, അഥവാ ഒരു ഭിത്തിയുടെ മറയുണ്ടായിരിക്കണം. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. നമ്മളിപ്പോ വിശാലമായൊരു പള്ളി, ഇപ്പൊ ഇവിടത്തെ ഇതുപോലെ പള്ളി മുമ്പിൽ സഫിൽ ആരുമില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവർ നേരെ വന്നിട്ട് എവിടെ നിസ്കരിക്കേണ്ടത്? നമ്മളുടെ ഏറ്റവും ഫ്രണ്ടിലെ ഭിത്തിയോട് ചേർന്ന സ്ഥലത്ത് നിന്നാണ് നിസ്കരിക്കേണ്ടത്. മുമ്പിൽ സഫ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി അങ്ങനെ ഭിത്തി ഇല്ലെങ്കിൽ അവിടെ മുമ്പിൽ എന്ത് വെക്കണം? വേറെ ഏതെങ്കിലും ഒരു മറ അവിടെ അവൻ വെച്ചിട്ടായിരിക്കണം നിസ്കരിക്കുമ്പോ. കസേര അല്ലെങ്കിൽ ഒരു വടി അവിടെ ഊന്നുക, അതല്ലെങ്കിൽ ഒരു മുസല്ല വിരിക്കുക, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. ഏതായാലും അവന്റെ മുന്നിൽ ഒരു മറയുണ്ടായിരിക്കണം. എത്ര ദൂരത്തിലാണ്? സുജൂദ് ചെയ്യാനുള്ള അത്രയും സ്പേസ് വിട്ടിട്ട്. അത് 3 മുഴം എന്നാണ്. ആ മറയ്ക്ക് 2/3 ഭാഗം മുഴം പൊക്കവും ഉണ്ടായിരിക്കണം. വളരെ കൂടുതൽ പൊക്കം ഉണ്ടാവണമെന്നില്ല. നമ്മളിപ്പോ ഇവിടെ ഇമാമിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതല്ലോ, അതിനു വേണ്ടിയാണ്, ഈ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയാണ് 3 മുഴത്തിനകത്തൊരു മറ ഉണ്ടായിരിക്കണം. അത് നമ്മളെ വീട്ടിലാണെങ്കിലും അങ്ങനെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെ? വിശാലമായ ഒരു വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിസ്കരിക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ 3 മുഴത്തിന്റെ മുമ്പിൽ എന്തുണ്ടാകണം? ഒരു മറ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഭിത്തിയോട് ചേർന്നായിരിക്കണം നിസ്കരിക്കേണ്ടത്. അത് ഭിത്തിയോട് ചേർന്ന് നിൽക്കാൻ പറ്റി നമ്മുടെ മുമ്പിൽ ഒരു കസേര പോലുള്ള എന്തെങ്കിലും ഒരു മറ എടുത്തിടണം, അല്ലെങ്കിൽ ഒരു മുസല്ല. അതൊന്നും കിട്ടിയില്ലെങ്കിലാണ് ഒരു മുസല്ലയെങ്കിലും വിരിച്ചിട്ട് ആ മുസല്ലെ അതിന്റെ പരിധിയാക്കി വെക്കുക. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അങ്ങനെ മറ ഒന്നുകിൽ ഭിത്തിയാകണം, അല്ലെങ്കിൽ വടി ഊന്നണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയിലൊക്കെ ഇതുപോലെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മഹാനായ സയ്യിദിന ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജോലിയായിരുന്നു, നബി തങ്ങൾ നിസ്കരിക്കാൻ നേരത്ത് എന്ത് ചെയ്യും? ഒരു വടി കൊണ്ടുവന്ന് മുമ്പിൽ ഊതിക്കൊടുക്കുമായിരുന്നു. അപ്പൊ ആ വടിയുടെ അപ്പുറത്തൂടെ പിന്നെ മൃഗങ്ങളും ആളുകളും ഒക്കെ നടന്നു പോകുമായിരുന്നു എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ അതൊരു സുന്നത്താണ്. അങ്ങനെ നമ്മൾ ഒരു മുസല്ല വിരിച്ചിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ ഇതുപോലെ തൊട്ട് മുമ്പില് ഭിത്തിയുടെ മുമ്പിൽ വന്ന് നിസ്കരിച്ചു, അല്ലെങ്കിൽ ഒരു കസേര ഇട്ടിട്ട് മറയായി നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ളൊരു പ്രത്യേകത എന്താണ്? പിന്നെ ആ നിസ്കരിക്കുന്ന ആളിന്റെയും ആ മറയുടെയും ഇടയിലൂടെ നടന്നു പോകൽ മറ്റുള്ളവർക്ക് ഹറാമാണ്. അങ്ങനെ നടന്നു പോകാൻ പാടില്ല. നമ്മൾ പള്ളിയിലൊക്കെ ചില ആളുകള് ഈ ജമാഅത്ത് നിസ്കാരത്തിലൊക്കെ മുമ്പിലിരിക്കുന്നവര് പിറകില് മസ്ബൂക്കിങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് അത്യാവശ്യം നടന്നു പോകാൻ നേരത്തെ അവരെന്റെ ഫ്രണ്ടിലേക്ക് കൂടെ ഒക്കെ ഇറങ്ങി പോകൂലേ? അതെന്തേയില്ല, അങ്ങനെ പോകാൻ പാടില്ല. കാരണം പിറകിൽ നിൽക്കുന്നവരുടെ മറ ഏതാണ്? മുമ്പിലുള്ള സഫാണ്. അപ്പൊ ആ മുമ്പിലുള്ള സഫിനെയാണ് മറയാക്കി വെച്ചിരിക്കുന്നത്. ആ 2 സഫിന്റെ ഇടയിൽ അവർ നിസ്കരിക്കുന്നവരാണെങ്കിൽ എന്ത് പാടില്ല? നടന്നു പോകാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും നടന്നു പോയാൽ നിസ്കരിക്കുന്ന ആളിനെ അവരെ തടയാം. കൈ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം? തടയാം. മറ്റുള്ളവർക്കും തടയാം. കാരണം തെറ്റൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തടയാമല്ലോ. അപ്പൊ മറ്റുള്ളവർക്കും തടയൽ സുന്നത്താണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളിനും അങ്ങനെ തടയൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ മറയുടെ കാര്യം നമ്മൾ വീട്ടിലൊക്കെ നിസ്കാരം, പള്ളിയിലായാലും വീട്ടിലായാലും നമ്മൾ ശ്രദ്ധിക്കുക. മുമ്പിൽ ആരും ഇല്ല എങ്കിൽ മുമ്പിൽ തന്നെ നിസ്കരിക്കുക. മുമ്പിൽ സഫ് ഉണ്ടെങ്കിൽ പിറകിൽ നിൽക്കാം. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കാരത്തിലെ സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിന്റെ പ്രതിഫലം പൂർണ്ണമാകാൻ അത് നിബന്ധനയാണ്. നിസ്കാരം സുന്നത്തായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും നിസ്കാരം ശരിയാകും. പക്ഷെ പ്രതിഫലം കിട്ടണമെങ്കിൽ എന്തും കൂടി വേണം? ഈ സുന്നത്തുകളും കൂടി നമ്മൾ നിർവഹിക്കണം.
അതുപോലെ തന്നെ ഇനി കുറെ കറാഹത്തായ കാര്യങ്ങൾ, അഥവാ നിസ്കാരത്തിൽ നമ്മൾ അശ്രദ്ധമായി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒഴിവാക്കണം. അത് നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടാൻ കാരണമാണ്. കറാഹത്തായ കാര്യങ്ങൾ കൊണ്ട് നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.